കൊൽക്കത്തയിലെ സയൻസ് സിറ്റിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇത്തരത്തിലുള്ള പ്രൗഢഗംഭീരമായ സയൻസ് സിറ്റിയാവും കോഴായ്ക്ക് കരഗതമാകുക. രാജ്യത്ത് ആദ്യമായി ആരംഭിച്ച സയൻസ് സിറ്റി എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമാണ് കൊൽക്കത്ത സയൻസ് സിറ്റി. ഒട്ടേറെ സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് കൊൽക്കത്ത സയൻസ് സിറ്റിയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. കേന്ദ്രതലത്തിലുള്ള നാഷണൽ കൌൺസിൽ ഓഫ് സയൻസ് മ്യൂസിയംസ് ത്തിന്റെ കീഴിലാണ് സയൻസ് സിറ്റികളുടെ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. സയൻസ് മ്യൂസിയം ആൻഡ് സെന്റേഴ്സ് ഇൻ ഇന്ത്യ വകുപ്പിന്റെ കീഴിലാണ് നാഷണൽ കൌൺസിൽ ഓഫ് സയൻസ് മ്യൂസിയംസ് പ്രവർത്തിക്കുന്നത്. സയൻസ് സെന്ററും കൺവെൻഷൻ സെന്ററും എന്നിങ്ങനെ രണ്ട് പ്രധാന സൗകര്യങ്ങളാണ് കോഴായിലടക്കം ലക്ഷ്യമിടുന്ന സയൻസ് സിറ്റികളുള്ളത്. സയൻസ് സെന്ററിൽ സ്പേസ് ഒഡീസി, ഡൈനമേഷൻ, ഇവാലുവേഷൻ തീം പാർക്ക്, മാരിടൈം സെന്റർ, സയൻസ് പാർക്ക് എന്നിവയാണുള്ളത്. സ്പേസ് ഒഡീസി ഹൌസിൽ ഫിലിം തിയേറ്റർ, ടൈം മെഷീൻ, 3D വിഷൻ തിയേറ്റർ, മിറർ മാജിക്, വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള പ്രദർശന സൗകര്യങ്ങൾ എന്നിവയാണ് പ്രധാനമായും ക്രമീകരിക്കുന്നത്. ഡൈനമേഷൻ ഹാളിൽ ബട്ടർഫ്ലൈ കോർണർ, അക്വേറിയ, ജയന്റ് റോബോട്ടിക് ഇൻസെക്ട്സ് എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളും കൊൽക്കത്തയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സൗകര്യങ്ങളാവും സയൻസ് സിറ്റിയുടെ വരവോടെ കോഴായ്ക്ക് കരഗതമാവുക. കോഴായിലെ ജില്ലാ കൃഷിത്തോട്ടത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം വിട്ടുനൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തതോടെ സയൻസ് സിറ്റി സംബന്ധിച്ച പൂർണ്ണമായും വ്യക്തത കൈവന്നിരിക്കുകയാണ്. ഒട്ടേറെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് കോഴായിലെ ജില്ലാ കൃഷിത്തോട്ടത്തിന്റെ സ്ഥലം പലതവണ കേന്ദ്ര സംസ്ഥാന പദ്ധതികളുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇത് നടപ്പിലായിരുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മന്ത്രിസഭ പച്ചക്കൊടി കാണിച്ചതോടെ ജോസ് കെ മാണി എംപിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങൾ വിജയം കണ്ടിരിക്കുകയാണ്. ആദ്യമായി സയൻസ് സെന്ററിന്റെ പ്രവർത്തനങ്ങളാണ് തുടങ്ങുന്നതെന്ന് നേരത്തെ തന്നെ ജോസ് കെ മാണി എംപി അറിയിച്ചിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ നൂതന സൗകര്യങ്ങളും പദ്ധതികളുമാണ് എംപിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്. ഇവയിൽ ഒന്ന് മാത്രമാണ് കോഴായിൽ കരഗതമാകുന്ന സയൻസ് സിറ്റി എന്നത് നാടിന് ഏറെ അഭിമാനകരവുമാണ്.